എന്തുകൊണ്ടായിരിക്കും അല്ലാഹു തആല എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്? പെരുന്നാൾ പുലരിയിൽ പുതുവസ്ത്രമണിഞ്ഞും നല്ല ഭക്ഷണം കഴിച്ചും സുഗന്ധം പൂശിയും എല്ലാവരും ആഘോഷിക്കുന്ന സമയം യാതൊരു ഭക്ഷണവും കഴിക്കാനില്ലാതെ ഒരാളും ഭൂമിയിൽ അവശേഷിക്കരുത് എന്നുള്ള യുക്തിയിൽ നിന്നുമാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, റമദാനിൽ നാം ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്കൊരു മോചനം എന്നുള്ള രീതിയിലുമാണ് അല്ലാഹു തആല ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമാക്കിയത്. ആർക്കൊക്കെയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം? കുട്ടികളുടെ പേരിൽ വരെ നിർബന്ധമാണ്. പെരുന്നാൾ ദിവസത്തിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം അത് കഴിച്ചിട്ട് മിച്ചമുള്ള സമ്പത്തുള്ളവരെല്ലാം ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. ഒരാൾക്ക് സ്വന്തം പേരിലും താൻ ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളുടെ പേരിലും, അതായത് ഭാര്യ, മക്കൾ, അവരുടെ പേരിലുമുള്ള ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. എത്രയാണ് ഫിത്ർ സക്കാത്ത് നാം നൽകേണ്ടത്? എപ്പോഴാണ് നൽകേണ്ടത്? എവിടെയാണ് നൽകേണ്ടത്? റമദാനിലെ അവസാന സൂര്യൻ അസ്തമിക്കുന്ന സമയം ഒരാൾ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലെ പ്രധാന ഭക്ഷണമാണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത്. പ്രവാസികളും മറ്റു വിദേശ രാജ്യങ്ങളിലും താമസിക്കുന്ന ആളുകൾ അവിടുത്തെ ഭക്ഷണമാണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഭക്ഷണവും നൽകാമെന്നും അഭിപ്രായമുണ്ട്. ഒരു സാൾ, അതായത് 2.5 മുതൽ 3 കിലോ വരെയാണ് ഒരാൾ ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത്. ഇതിന് ഏറ്റവും ഉത്തമമായ സമയം റമദാനിലെ അവസാന സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയമാണ്. എന്നാൽ പെരുന്നാളിന് തൊട്ടു മുന്നേയുള്ള 1-2 ദിവസങ്ങളിലും ഫിത്ർ സക്കാത്ത് നൽകൽ അനുവദനീയമാണ്. പക്ഷേ നിസ്കാരത്തിനു ശേഷമുള്ള ഫിത്ർ സക്കാത്ത് സ്വീകാര്യമല്ല. നാഥൻ നാം ഏവരെയും തുണക്കുമാറാവും.